രാവിലെ തൊട്ടല്ല കുറച്ച് ദിവസമായിട്ട് തുടങ്ങി ഇതിലൊക്കെ അണിയറയിൽ പ്രവർത്തിച്ച ഫസ്റ്റേഴ്സിനെ ഫസ്റ്റ് അഭിനന്ദിക്കുകയാണ്. ഈ വർഷം ആർക്കിടെക്ചറും സിവിലല്ലേ രണ്ടും ഇവിടെ ഉള്ളൂ. രണ്ടിലും 10-30 കുട്ടികളായിട്ടാണ് പാസ് ഔട്ട് ആവുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ സിവിലിന്റെ മാത്രം ഇൻസ്ട്രക്ടറാണ്. അത് ഫസ്റ്റ് ഇയർ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കറിയാം നമ്മൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എങ്ങനെയായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്താവും, ഒരു കണക്ഷൻ ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മളൊരു ആത്മബന്ധത്തിലെത്തും. കാരണം നമ്മൾ ഡെയിലി കാണുന്ന മുഖങ്ങളാണ്. നമുക്ക് ഒരു ബാച്ച് മാത്രം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ മാത്രം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവരും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികളാണ്, നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സാർ കുറെ കാര്യങ്ങൾ അങ്ങനെ അക്കാഡമിക് പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സാർ പറഞ്ഞു. നമ്മളൊക്കെ എന്താ പറയുന്നത്, ഭൂരിഭാഗം ആൾക്കാരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് അല്ലെങ്കിൽ അതിലും താഴെയുള്ള ഫാമിലിയിൽ ജനിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഭൂരിഭാഗം പേര് അങ്ങനെ തന്നെ. നമുക്ക് ഇവരൊക്കെ പേഴ്സണലി അറിയുന്നതാണ്, ഇവരുടെ പാരന്റ്സിനൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഫീസ് അടയ്ക്കാൻ വരുമ്പോഴും ഒക്കെയുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. കഷ്ടപ്പെട്ട് ഇവരിങ്ങനെ ഫീസൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരാണ് നമ്മള്. അപ്പൊ അവരുടെ പരമാവധി അവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനില്ല. ഇത്ര വയസ്സ് വരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ 10-18-20 വയസ്സൊക്കെ മാക്സിമം ആയില്ല എല്ലാവർക്കും. അത്ര പ്രായം വരെയൊക്കെ വീട്ടുകാർക്ക് അങ്ങനെ വലിയ കാര്യം എന്നാണ്. 18 വയസ്സ് വരെ നോക്കാൻ പാടുള്ളൂ എന്നാണ് ശരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാല് തിരിച്ച് ഇനി അവരെയും കൂടെ നോക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ എല്ലാരും നല്ല സാറ് പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ഭയങ്കര ഒരു സാലറി ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ജോലിയിൽ കയറാം. അത് നമ്മൾ സ്വപ്നം കാണുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എന്തോ ഒരു ലെവലിൽ നിൽക്കണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാം. വലിയ നിലയിലെത്താൻ വേണ്ടിയിട്ട് തന്നെ പ്രയത്നിക്കുക. അങ്ങനെ പറയില്ല, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്ന് പറയും. അത് തന്നെയാണ് ശരി. അപ്പൊ നമ്മൾ എത്രത്തോളം നമുക്ക് ലിമിറ്റ് ഒന്നുമില്ല ആഗ്രഹത്തിന്. പരമാവധി ആഗ്രഹിക്കുക. നമ്മളെ താല്പര്യം ഏതാണ്. അപ്പൊ സിവിലൊക്കെ പഠിച്ച ആളുകൾ എല്ലാവരും ഡിസൈനിങ് ഒന്നും ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് അതിൽ സർവേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, വേറെ ഫീൽഡുകൾക്ക് പോകാനുള്ള ഗവൺമെന്റ് എക്സാംസ് എഴുതാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ എല്ലാം ഓരോതിനെ കൊടുത്ത് ഞാനൊരു അങ്ങനെയൊന്നുമില്ല. നമ്മളെ താല്പര്യം ഏത് ഫീൽഡിലാണെന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ആ ഫീൽഡിൽ പ്രവർത്തിക്കുക. പിന്നെ എല്ലാവരും എന്താ, നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കുക. എത്ര വലിയ നിലയിലെത്തിയാലും സത്യസന്ധമായിട്ട് ജോലി ചെയ്യുക, കള്ളത്തരം ചെയ്യാതിരിക്കുക, ആരെയും പറ്റിക്കാതിരിക്കുക, ചതിക്കാതിരിക്കുക. അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നല്ല മനുഷ്യന്മാരാവുക. എത്ര പൈസ ഉണ്ടാക്കിയാലും പാവങ്ങളെ സഹായിക്കാനും വീട്ടുകാരെ നോക്കാനും ഉള്ള മനസ്സെന്ത് ചെയ്യുക എല്ലാവർക്കും വേണം. ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.